കഴിഞ്ഞ തവണ ദൗർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ട മണ്ഡലമാണ് കൊല്ലത്തെ കുണ്ടറ. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ PC വിഷ്ണുനാഥ് 3000-ലധികം വോട്ടുകൾക്ക് അട്ടിമറിക്കുന്നതിന് കാരണം ഒരുപാട് ഉണ്ടായിരുന്നു. ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM-നോ മേഴ്സിക്കുട്ടിയമ്മയ്ക്കോ കഴിഞ്ഞില്ല. അതൊരു വെറും വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കയായ മേഴ്സിക്കുട്ടിയമ്മ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയില്ല. പക്ഷേ ഇലക്ഷൻ അടുത്തപ്പോൾ അവർക്ക് പണി കിട്ടി. ആ പണി 8-ൻ്റെ പണി തന്നെയായിരുന്നു. PC വിഷ്ണുനാഥ് ഒരു വിജയസാധ്യതയും ഇല്ലാതിരുന്ന PC വിഷ്ണുനാഥ് മേഴ്സിക്കുട്ടിയമ്മയെ അട്ടിമറിച്ചു. കുണ്ടറയിലെ പരാജയം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഇപ്പോൾ ഒരു രക്തസാക്ഷിയുടെ പരിവേഷമാണ് കുണ്ടറയിൽ. കുണ്ടറക്കാർ മേഴ്സിക്കുട്ടിയമ്മയെ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പോരാട്ട വീഥികളിലൂടെ കടന്നു വന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. മേഴ്സിക്കുട്ടിയമ്മയുടെ വിവാഹവും മേഴ്സിക്കുട്ടിയമ്മയുടെ ജീവിതവും ഒക്കെ CPM-കാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പാഠമാണ്. അങ്ങനെയുള്ള മേഴ്സിക്കുട്ടിയമ്മയാണ് കുണ്ടറയിൽ പരാജയപ്പെട്ടത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ ഫോട്ടോ മാത്രം വെച്ചാൽ മതി കുണ്ടറ തിരിച്ചു പിടിക്കാം CPM-ന്. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമില്ല. അതുകൊണ്ട് തന്നെ കുണ്ടറ പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളെ തേടുകയാണ് CPM. മേഴ്സിക്കുട്ടിയമ്മ ഒന്ന് മൂളിയാൽ മേഴ്സിക്കുട്ടിയമ്മ സ്ഥാനാർത്ഥിയാകും കുണ്ടറയിൽ. അതിലൊരു സംശയമില്ല. ജയിക്കുകയും ചെയ്യും, അതിലൊരു സംശയമില്ല. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മ പ്രായത്തിൻ്റെ പരാധീനതകൾ കണക്കിലെടുത്ത് മത്സര രംഗത്ത് നിന്ന് ഒഴിയുകയാണ്. ഇവിടെ കുണ്ടറ പിടിക്കാൻ എത്തുന്നത് ചിന്താ ജെറോമിലാണ്. ചിന്താ ജെറോം വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന നേതാവാണ്. കുണ്ടറയുമായി ആത്മബന്ധം പുലർത്തുന്ന നേതാവാണ്. മാത്രമല്ല ആദ്യമായി നിയമസഭാ ഇലക്ഷന് നിൽക്കുന്ന നേതാവും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ചിന്താ ജെറോമിന് ഒരുപാട് പ്രിവിലേജസ്, ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കും കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത് തെറ്റാണെന്ന് കുണ്ടറക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നു. മാത്രമല്ല കുണ്ടറയിൽ ഏത് സ്ഥാനാർത്ഥി നിന്നാലും അവരുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മേഴ്സിക്കുട്ടിയമ്മയായിരിക്കും. അത്രയേറെ കുണ്ടറക്കാർ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയോട് പശ്ചാത്തപിക്കുന്നു. ഒരു തെറ്റും ചെയ്യാതെയാണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത്. ആ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM ശ്രമിച്ചില്ല. അത് വളരെ തെറ്റായ ഒരു പ്രചരണമാണെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നും CPM വിചാരിച്ചു. ആ വിചാരമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിന് കാരണമായി മാറിയത്. ഇക്കുറി മേഴ്സിക്കുട്ടിയമ്മ മത്സര രംഗത്തേക്കില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചതായാണ് പൊളിറ്റിക്സിലേക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ചിന്താ ജെറോമായിരിക്കും കുണ്ടറയിൽ മത്സരിക്കുക. ചിന്താ ജെറോം ഇപ്പോൾ ശക്തമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യുവ നേതാവാണ്. വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വിവാദങ്ങളെല്ലാം തരണം ചെയ്യാൻ ചിന്താ ജെറോമിന് സാധിക്കും മേഴ്സിക്കുട്ടിയമ്മയുടെ പിന്തുണ കുണ്ടറയിൽ ഉണ്ടെങ്കിൽ. മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയുടെ ഒരു കൾട്ട് ഫിഗറാണ്. ഒരു വിദ്യാർത്ഥി സമരങ്ങളിലൂടെ കടന്നു വന്ന നേതാവ്. തൻ്റെ വിവാഹം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിക്കനുസരിച്ച് നടത്തിയ നേതാവ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത മേഴ്സിക്കുട്ടിയമ്മയ്ക്കുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം 31,000-ൽ അധികമാണ്. രണ്ടാമത് PC വിഷ്ണുനാഥുമായി മത്സരിക്കുമ്പോഴും മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യത്തിൽ CPM-ന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അവർ ജയിക്കും എന്ന് തന്നെയാണ് CPM കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി അവർ തോറ്റു. ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ അവർക്ക് നേരെ കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM ശ്രമിച്ചില്ല, മേഴ്സിക്കുട്ടിയമ്മയും ശ്രമിച്ചില്ല. അതൊക്കെ കള്ളമാണെന്ന് ജനങ്ങൾ ധരിക്കുമെന്നും കള്ളമാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും ജനങ്ങൾ തങ്ങൾക്കെതിരായി വിധി എഴുതുമെന്നും ഒക്കെ തങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതുമെന്നും ഒക്കെ മേഴ്സിക്കുട്ടിയമ്മയും CPM വിചാരിച്ചു.
പക്ഷേ സംഭവം കടുത്തുപോയി. അതിനിടയിൽ ഒരു കമ്പനി നടത്തിയ നീക്കങ്ങളും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് തിരിച്ചടിയായി മാറി. ഇക്കുറി രക്തസാക്ഷി പരിവേഷവുമായി എത്തുന്ന മേഴ്സിക്കുട്ടിയമ്മയെ നിർത്തിയാൽ വളരെ ഈസിയായി CPM-ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാം. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും പ്രായമായി, അവർക്ക് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ താല്പര്യമില്ല. മേഴ്സിക്കുട്ടിയമ്മ ഒന്ന് മൂടിയാൽ മേഴ്സിക്കുട്ടിയമ്മ തന്നെ ആയിരിക്കും കുണ്ടറയിൽ CPM-ന്റെ സ്ഥാനാർത്ഥി. പക്ഷെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് അതിൽ താല്പര്യമില്ല. പക്ഷെ മേഴ്സിക്കുട്ടിയമ്മ തെരഞ്ഞെടുപ്പിനെ നയിക്കും. അവിടെ ചിന്താ ജെറോമായിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥി. അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ചുരുക്കത്തിൽ കുണ്ടറ പിടിച്ചെടുക്കാൻ ചിന്താ ജെറോമിനെ നിയോഗിച്ചിരിക്കുന്നു CPM.